Okay, question complete ചെയ്തോ? Question, find the Fourier transform of the following sequences. First, second, and x of n is. Question complete ചെയ്തോ? Okay. First one എന്താണ്? X of n is equal to a raised to n into u of n. Okay. And for mod a less than 1 തന്നിട്ടുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. നമ്മളിപ്പം ചെയ്ത അതേ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. എന്താണ് ഇക്വേഷൻ? എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു summation of n is equal to minus infinity to infinity x of n e raised to minus j omega n. ഇക്വേഷൻസ് ഒക്കെ കുറേ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ. സോ എന്ത് ചെയ്യണം? ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ഓഫ് എൻ എന്താണ്? എ റേസ് ടു എൻ യു ഓഫ് എൻ ആണ്. സോ സമ്മേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ യു ഓഫ് എൻ ഇൻറ്റു എ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. അതൊന്ന് ചെയ്തിട്ടൊന്ന് ആൻസർ പറഞ്ഞേ. എല്ലാരും ചെയ്തു നോക്ക്. നിങ്ങൾ തന്നെ ചെയ്താലേ അത് ഓക്കെ ആവുള്ളൂ. ഇതാണ് ചെയ്തു നോക്കൂന്ന് പറയുന്നത്. ആൻസർ കിട്ടിയോ? 2 സ്റ്റെപ്പേ ഉള്ളൂ. ആൻസർ കിട്ടിയോ? അതിൽ എത്ര ആൻസർ കിട്ടിയത്? അതിൽ ചെയ്ത് നോക്കിയോ? ഡൊമിനിക്
Vaishnav. താഴെ റെസ്പോണ്ട് ചെയ്യാത്ത ആൻസർ കിട്ടിയിട്ടില്ലേ? ഓക്കെ, 1/. ഓക്കെ. നിങ്ങൾ എയ്റ്റും ആ e−jωന്റെ ടേം സെപ്പറേറ്റ് ആയിട്ട് എടുത്തോ? അങ്ങനെയാണോ ചെയ്തേ? ചെറിയൊരു കറക്ഷൻ ഉണ്ട് ഇതില്. എന്താണ്? summation of n is equal to -infinity to infinity a⁻n u of n into e−jωn. ഓക്കെ, u എന്നുള്ളൊരു ഇതിന്റെ ലിമിറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം? n is equal to 0 to infinity a⁻n into e−jωn എഴുതാം അല്ലേ? ആൻഡ് u of n ന്റെ വാല്യൂ എത്രയാണ്? 0 to positive infinity it has value equal to 1. അപ്പൊ അത് വേണ്ട ആവശ്യമില്ല, u of n എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് നമുക്കിനി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ summation of n is equal to 0 to infinity a into e−jω whole raised to n. ഈ ഫോമിലേക്ക് എഴുതിക്കൂടെ? ബിക്കോസ് a⁻n into e−jωn ആണ്. ഓക്കെ, രണ്ടിനും കോമൺ ആയിട്ട് പവർ വരുന്നത് n ഉണ്ട്. സോ അതിന് a into e−jω ഹോൾ റൈസ് ടു n ഈ ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കമ്പയർ ചെയ്യാം അല്ലേ? summation n is equal to 0 to infinity a⁻n എന്നാണ് അല്ലേ? അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് a നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? a into e−jωn. ഓക്കെ, 1/1 - a into e−jω. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇവിടെ ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മോഡ് a less than 1 ആണ് എന്ന്. അപ്പൊ a less than 1 ആണ്. ഓക്കെ, സോ ഇക്വേഷൻ യൂസ് ചെയ്യാം. ബട്ട് വാട്ട് ഇസ് മോഡ് e⁻jω? a e⁻jω ആണ് അല്ലേ? e⁻jω നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? cos ω plus j sin ω എന്ന് എഴുതിക്കൂടെ? cos ω plus j sin ω. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് cos ω plus j sin ω is equal നമുക്ക് അറിയുന്ന. സോ e⁻jωയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഓക്കെ, ഇപ്പോൾ 1 into which is less than 1. ആ ഒരു കേസ് ഓൾറെഡി മോഡ് a less than 1 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാൻ? തന്നെ യൂസ് ചെയ്യാം. അത് ചെക്ക് ചെയ്യണം എപ്പോഴും. എന്താണെന്ന് വെച്ചാൽ summation of n is equal to 0 to infinity a⁻n is equal to 1/1 - a എന്നുള്ള കണ്ടീഷൻ ഓൺലി വാലിഡ് ഫോർ മോഡ് a less than 1 ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ മോഡ് a less than 1 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ടേം e⁻jωn ആണ്. അതിന്റെ വാല്യൂ is equal to 1 ആണ് നമുക്ക് കിട്ടി. സോ ആ a into e⁻jω എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഈ ഒരു ടേമിനെ ഈ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ഇതുപോലെ ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ 1/1 - a into e⁻jω ഇതാണ് ആൻസർ വരിക. വേർ മോഡ് a less than 1. ഡൊമിനിക്ക് ചെയ്യുമ്പോൾ a⁻n എന്നുള്ള ടേം വേറെ, e⁻−jω എന്നുള്ള ടേം വേറെ, രണ്ടും സെപ്പറേറ്റ് എടുത്ത് ചെയ്തായിരിക്കില്ലേ? ഓക്കെ, അങ്ങനെ അതെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് അവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നില്ലേ? നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എങ്ങനെയാണുള്ളത്? summation n is equal to 0 to infinity a⁻n. അതിന്റെ വാല്യൂ ആണ് 1/1 - a. അപ്പൊ തന്നിരിക്കുന്ന
ഓർ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ ഈ ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എ റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു ഒമേഗ എന്നുള്ളത് നമുക്ക് എടുക്കാം. നമുക്ക് ഇതുപോലെ ഇക്വേഷനെ ചെയ്ത് എഴുതാം. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്ത് ഇറ്റ്സ് വാല്യൂ ഇസ് ഈക്വൽ ടു 1/1 മൈനസ് എ മൈനസ് ജെ ഒമേഗ. ഇല്ലേ? Good. All raised to n into u of n. Okay. X of n is equal to 1/6 whole raised to u of n. Okay. Here also we have to use the equation x of e raised to j omega is equal to summation n is equal to minus infinity to infinity x of n e raised to minus j omega n. Okay, and what is x of n? That is 1/6 whole raised to n u of n. So summation n is equal to minus infinity to infinity 1/6 whole raised to n into u of n into e raised to minus j omega n. Okay, ഇതും കണ്ടുപിടിച്ചേ. നേരെ ചെയ്ത അതേ ഒരു അപ്രോച്ച് തന്നെ നോക്കാം. ശ്രദ്ധിക്കാം, ലിമിറ്റ് ചെയ്യാം. ആ റേഞ്ചിൽ വാല്യൂ ആയിരിക്കും. സോ ഇക്വേഷൻ ആദ്യം റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ദെൻ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വേണ്ട രീതിയിലേക്ക് അതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കമ്പയർ ചെയ്ത് അതിന്റെ ഫൈനൽ ആൻസർ പറഞ്ഞേ. ഒന്ന് ചെയ്ത് നോക്കിയേ. രണ്ട് സ്റ്റെപ്പ് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത സിമിലർ ക്വസ്റ്റ്യൻ ആണ്. അവിടെ എ റേസ്ഡ് ടു എൻ യു ഓഫ് എൻ ആയിരുന്നു. ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് എ റേസ്ഡ് ടു എൻ 1/6 ഹോൾ റേസ്ഡ് ടു എൻ ഉണ്ട്. ഓക്കെ, ആ ഒരു ചേഞ്ച് ചെയ്തിരുന്നുള്ളൂ. എന്താണ് ആൻസർ കിട്ടിയത്?
ചെയ്തു കഴിഞ്ഞോ? Okay, 1 by 1 minus into minus j into standard value minus j omega. നമുക്ക് ഡിവിഷൻ യൂസ് ചെയ്യാൻ 1/6 ആണ് അല്ല 1/6 ഒരു വാല്യൂ. ഓക്കെ, നമുക്ക് ഈ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതുപോലെ ആൻസർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ് ഓഫ് n ഈക്വൽ ടു 2 റൈസ് ടു u ഓഫ് n. ഓക്കെ, ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് ആക്ച്വലി നമ്മൾ തൊട്ട് ചെയ്ത a raised 1 അതേ ഫോമിലാണ്. ഓക്കെ, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് a വാല്യൂ എത്രയാണ്? 2 ആണ്. വാല്യൂ എത്ര? 2 ആണ്. a is equal to 2 ആണ്, which is greater than 1 ആണ്. നമ്മൾ പറഞ്ഞു n is equal to 0. a raised to 1 is equal to what? 1 by 1 minus a only if mod a less than. ആ ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ആണ് ഈ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല മീൻസ് ഇവിടെ സൗണ്ട് കട്ടാവുന്നുണ്ടോ? ഹലോ, ഇപ്പൊ ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇതിലെന്തായിരുന്നു ക്വസ്റ്റ്യൻ? എക്സ് ഓഫ് ഈസ് ഈക്വൽ തേർഡ് ക്വസ്റ്റ്യൻ ഈക്വൽ ടു 2 raised to n into u of n ആണ്. അപ്പൊ ഇത് നമ്മുടെ തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യൻ പോലെ സിമിലർ ആണ്. എന്താണ്? a raised to n u of n ന് പകരം ഇവിടെ 2 raised to n u of n ഉണ്ട് അല്ലേ? അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് a വാല്യൂ ഇസ് 2. ഓക്കെ, സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. Okay, this is our standard equation. One second. Okay, this is our standard equation. Here, summation n is equal to 0 to infinity a raised to n is equal to 1 by 1 minus a only when mod a less than our condition. Okay, ഇവിടെ value 1. This is greater than 1. So, we standard use ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ഇവിടെ എന്ത് ചെയ്യുന്നില്ല, dt എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കൺവേർജൻസ് കണ്ടീഷൻസ് ഏതൊക്കെയായിരുന്നു? അല്ലെങ്കിൽ അതിന്റെ കൺവേർജൻസ് ഇക്വേഷൻ എക്സിസ്റ്റൻസ് കണ്ടീഷൻ ഏതൊക്കെയായിരുന്നു? ഒന്നെന്തായിരുന്നു? എക്സ് ഓഫ് n ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി സമ്മബിൾ അല്ല. ഇവിടെ ഒരു കണ്ടീഷൻ എന്തായിരുന്നു? എക്സ് ഓഫ് n ഷുഡ് ബി absolutely summable ആയിരിക്കണം ആൻഡ് its പവർ വാല്യൂ എന്തായിരിക്കണം? ദാറ്റ് ഓൾസോ എ ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. ബട്ട് ഇവിടെ എന്താണ്? എക്സ് ഓഫ് n നമുക്ക് അതിനെ അബ്സല്യൂട്ട്ലി സമ്മബിൾ ആണോ? നമുക്ക് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n ഈക്വൽ ടു വാട്ട്? സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n പകരം എന്താ ഉള്ളത്? 2 raised to n into u of n. ഓക്കെ, അത് നമുക്ക് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 2 raised to n എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇവിടെ a raised to n ഉള്ളതിനെ ഈക്വൽ ടു 1 by 1 minus
എ എന്ന് എഴുതണമെങ്കിൽ എ മോഡ് എ ഷുഡ് ബി ലെസ് ദാൻ 1 ആയിരിക്കണം. ഓക്കെ, ബട്ട് ഇവിടെ എന്താണ് 2 ആണുള്ളത്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ നമുക്ക് ഈ വാല്യൂ ഒരിക്കലും 1 മൈനസ് 2, ഈ വാല്യൂ ഒരു 2 റൈസ് ടു 2 പ്ലസ് ദെൻ സോറി 2 0 എത്രയാണ് 1. സോ ഇതിന് സമ്മേഷൻ കൊടുക്കുകയാണെങ്കിൽ 1 പ്ലസ് then what is 2 raised to 1? If n is equal to 1, then 2 raised to 1, that is 2. And then if n is equal to 2, then 2 raised to 2 4 plus അങ്ങനെ എക്സെട്രാ പ്ലസ് പോവും. ഓക്കെ, അങ്ങനെ എക്സെട്രാ ഇൻഫിനിറ്റി വരെ പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സമ്മേഷൻ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും ഇൻഫിനിറ്റ് വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഡിസ്ക്രീറ്റ് സീക്വൻസ് 2 raised to n into u of n എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി സമ്മബിൾ അല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി സമ്മബിൾ. സോ എന്താണ് അത്, DTFTയുടെ ആ ഒരു എക്സിസ്റ്റൻസ് കണ്ടീഷൻ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ DTFT എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നോട്ട് എക്സിസ്റ്റ്. സോ നമുക്ക് ഇതിനൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? നമ്മൾ ഇത് കണ്ടിട്ട് ആ ഒരു ഫ്ലോയില് ഡയറക്റ്റ് തന്നെ എടുത്തിട്ട് ഇതിന്റെ ആൻസർ 1/1 - 2 എന്ന് എഴുതരുത്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നത്. അവിടെ നോക്കണം മോഡ് എ ലെസ് ദാൻ 1 ആണോ എന്നുള്ള കേസ് ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ എന്താണ്, അവിടെ DTFT എക്സിസ്റ്റ് ചെയ്യില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓഡിയോ കട്ട് ആവുന്നുണ്ടോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനില് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? 2 raised to n into u of n. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്താണ്? എ റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ ആണ്. ഇപ്പൊ ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ, ഇതിന്റെ ആൻസർ എത്രയായിരുന്നു? 1/1 മൈനസ് എ അല്ലേ? ഫസ്റ്റത്തെ ആൻസർ 1/1 മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ, ഇതായിരുന്നു ആൻസർ. ഓക്കെ, സോ ഇവിടെ എന്താണ് 2 raised to n ആണുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് എ റേസ് ടു n 2 raised to n ആണുള്ളത്. സോ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ആൻസർ 1/1 മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എന്ന് എഴുതാം, മൈനസ് ജെ ഒമേഗ എന്ന് എഴുതാം അല്ലേ? ബട്ട് ഇവിടെ എന്താണ്, ഈ തന്നിരിക്കുന്ന ഡിസ്ക്രീറ്റ് സീക്വൻസ് 2 raised to n u of n ല് DTFT എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യാത്തത്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ പറയാം. നമ്മുടെ DTFTക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഇതാ എക്സിസ്റ്റൻസ് ഓഫ് DTFT ഓർ കൺവേർജൻസ് കണ്ടീഷൻസ് ഓഫ് DTFT ഒരു കണ്ടീഷൻ എന്താണ്? either x of n is absolutely summable, that is summation of n is equal to minus infinity to infinity mod x of n should be less than infinity. Okay, it should be a finite value. അതാണ് ഒരു കണ്ടീഷൻ. And next condition, or if the sequence x of n has a finite energy, that is summation n is equal to minus infinity to infinity x of n square, mod x of n square should be less than infinity, or it should also be a finite value. Okay, അപ്പോൾ ഇതാണ് രണ്ട് എക്സിസ്റ്റന്റ് കണ്ടീഷൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നോക്കി, അതിൽ 2 raised to n into u of n ആണ്. അപ്പൊ ആ തന്നിരിക്കുന്ന ഡിസ്ക്രീറ്റ് സീക്വൻസ് നമ്മുടെ ആ ഒരു എക്സിസ്റ്റൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇതിന്റെ സമ്മേഷൻ എടുത്ത് നോക്കുക. സമ്മേഷൻ n is equal to minus infinity to infinity mod x of n less than infinity, ഇതാണല്ലേ ഫസ്റ്റ് കണ്ടീഷൻ. എന്താണ് അതിന്റെ x of n is should be absolutely summable, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇവിടെ നോക്കിയേ, x of n എത്രയാണ്? 2 raised to n into u of n ആണ്. സോ സമ്മേഷൻ n is equal to minus infinity to infinity 2 raised to n into u of n, that is equal to summation n is equal to 0 to infinity.
ബിക്കോസ് ഇവിടെ യു ഓഫ് എൻ ഉണ്ട്. അപ്പൊ യു ഓഫ് എൻ ആണെങ്കിൽ നമുക്ക് ലിമിറ്റിന്റെ സമ്മേഷൻ ലിമിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. 0 to ഇൻഫിനിറ്റി ആക്കാം ഇൻറ്റു 2n. ഓക്കെ, ഇതാ if more summation equation only ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. എത്രയാണ് അല്ലേ? 2 എന്ന് പറയുന്ന വാല്യൂസ് ഗ്രേറ്റർ ദാൻ 1. സോ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇതിനെ 1/1 - 2 എന്ന് എഴുതണമെങ്കിൽ ആ 2 1-നേക്കാളും ചെറുതായിരിക്കണമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 എന്ന കേസിൽ മാത്രമേ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു 2 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ഇവിടെ എ ഇസ് ഈക്വൽ ടു എത്രയാണ്? 2, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഈ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്ത് അതിന്റെ ആൻസർ എഴുതാൻ പറ്റുമോ? ആൻസർ എഴുതാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും നോക്കാം. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി 2n എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ n-ന് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ? അപ്പൊ ഈ സമ്മേഷൻ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് n ഈക്വൽ ടു 0 കൊടുക്കുക. n ഈക്വൽ ടു 0 ആണെങ്കിൽ 2 പ്ലസ് n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ 2 പ്ലസ് n ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ 2 പ്ലസ് n ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ 2 ഇങ്ങനെ പോകും അല്ലേ? അപ്പൊ എത്രയാണ്? 2 1 plus 2 plus 4 plus 8 plus etc. up to infinity. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ ഇൻഫിനിറ്റ് വാല്യൂ ആയിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കില്ല. ഇതൊരു ഇൻഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഇൻഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ ഇതിന്റെ DTFTയുടെ എക്സിസ്റ്റൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അക്കോർഡിംഗ് ടു കൺവേർജൻസ് തിയറം ഒരു DTFT എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സമ്മേഷൻ n is equal to -infinity to infinity mod x of n should be less than infinity ആയിരിക്കണം. അതിന്റെ സമ്മേഷൻ ഓക്കെ അബ്സല്യൂട്ട്ലി അത് സമ്മബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ സമ്മേഷൻ വാല്യൂ ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ ആകരുത്, എപ്പോഴും ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, ബട്ട് എന്താണ് നമുക്ക് ഇവിടെ ഇത് ചെയ്താൽ ഒരു ഇൻഫിനിറ്റി ആണ് കിട്ടുക. സോ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? DTFT എക്സിസ്റ്റ് ചെയ്യുന്നില്ല. DTFT ഈസ് നോട്ട് എക്സിസ്റ്റ്. സോ ഇത് നമുക്ക് ആൻസർ ഇല്ല. നമുക്ക് DTFT കൺവേർജ് ചെയ്യുന്നില്ല. സോ DTFT ഈസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതിയാൽ മതി. Okay, here DTFT not convergent, so DTFT does not exist for this sequence. Clear ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ബോയ്സ് ഓക്കെ ആണോ? ഓക്കെ, മുന്നത്തെ കേസൊക്കെ നോക്കി വേറെ ഉണ്ട്. ഇപ്പൊ 1/6 ഹോൾ റേസ് ടു n u of n ആണെങ്കിൽ അവിടെ 1/6 ആണ് അല്ലെ? 1/6 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. സോ നമുക്ക് അവിടെ DTFT എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ DTFT ഇവിടെ കൺവേർജ് ചെയ്യും. സോ അതിന് നമുക്ക് വാല്യൂ ഉണ്ട്. ഇനി a റേസ് ടു n u of n ന്റെ കേസ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് മോഡ് a ലെസ് ദാൻ 1 ആണ്, ആ ഒരു കേസാണ് തന്നിട്ടുള്ളത്. സോ അവിടെ നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യും, അതിനും വാല്യൂ കിട്ടും. ബട്ട് തേർഡ് ക്വസ്റ്റ്യൻ 2 റേസ് ടു n u of n ആണ്. സോ 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ അവിടെ DTFT ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, സോ ഇതാണ്. സിമ്പിൾ ആണ്, നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ചെയ്തു, തേർഡ് ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് എഴുതും? 1/1 - 2 e raised to -jω എന്ന് എഴുതി പോകും. ഓക്കെ, അങ്ങനെ ചെയ്യരുത്, ചെക്ക് ചെയ്തിട്ട് തന്നെ എഴുതാം. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇത്ര വരെ ക്ലിയർ അല്ലേ? DTFTയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചാലും ഇനി ചെയ്യാൻ പറ്റില്ലേ? കുറച്ചുകൂടി ന്യൂമറിക്കൽസ് ഉണ്ട്, അത് ഞാൻ കുറച്ച് ചോദിക്കാം. ഡയറക്റ്റ് നിങ്ങൾക്ക് സീക്വൻസ് തരാതെ കണ്ടീഷൻസ് തരാം. ഓക്കെ, കണ്ടീഷൻസ് വെച്ച് നമ്മൾ ആ സിഗ്നൽ മനസ്സിലാക്കി അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് എന്നിട്ട് ചെയ്യാം. ഓക്കെ, ഇതിലെല്ലാം മാക്സിമം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് മാറ്റാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ സിഗ്നൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എന്താണ് സിഗ്നൽ, ആ സിഗ്നലിൽ എവിടെയൊക്കെയാണ് വാല്യൂസ് ഉള്ളത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, അപ്പം മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് നോക്കുക, വരച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അല്ലാതെ നമുക്ക് സീക്വൻഷ്യലിയോ അല്ലെ കണ്ടീഷനോ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അതിന്റെ ആ ഒരു സിഗ്നൽ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ മാക്സിമം എല്ലാ കേസിലും എന്ത് ചെയ്യുക, അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പൊ തെറ്റിപ്പോയില്ല. ഡിസ്ക്രീറ്റ് ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഇക്വേഷൻസ് നോക്കുക, സമ്മേഷൻ ഇക്വേഷൻസ് നോക്കുക, പിന്നെ ഇൻവേഴ്സ് DTFTയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇതിൽ നമ്മൾ കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്തിട്ടുണ്ട്, എന്നാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കുറച്ച് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. റോൾ നമ്പർ 7 ആബ്സെന്റ് തന്നെയാണല്ലേ? അക്ഷയ് ഫസ്റ്റ് അവർ എവിടെയാ പോയേ? റോൾ നമ്പർ 7 ഒഴികെ ബാക്കി എല്ലാവരും പ്രസന്റ്.